നമസ്കാരം. ജനമനസ് തുടരുകയാണ്. എന്നോടൊപ്പം ഇന്നും ഈ പരിപാടിയിൽ അവതാരകനായി ഡോക്ടർ എം.എ. ലാലുണ്ട്. ഒപ്പം തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഷാജി എം ജോസഫും. ഈ പരിപാടി കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് അടയാളപ്പെടുത്തിയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന സാകല്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തന്നെ ഒട്ടേറെ ദേശീയതകളുടെ, ഉപദേശീയതകളുടെ, ഒരുപാട് പ്രാദേശിക സ്വത്വങ്ങളുടെ സമാഹാരമാണ്. ഈ വൈവിധ്യം വെച്ചുകൊണ്ട് വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ മനസ്സ് എങ്ങനെ പെരുമാറും എന്ന് വായിച്ചെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതിൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായ 2019 17ാം ലോക്സഭയെ രൂപീകരിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് രാജ്യത്ത്? ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് അതിൻ്റെ അടിയൊഴുക്കുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ തയ്യാറെടുപ്പുകൾ, വിഷയങ്ങൾ, ഇതിനൊക്കെ ഉപരിയായി നമുക്ക് നേരിട്ട് കാണാനാകാത്ത എന്നാൽ പല തരത്തിലുള്ള അലയടികൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങൾ, നഗരങ്ങൾ വ്യത്യാസമില്ലാതെ വോട്ടർമാർക്കിടയിലും ഒക്കെയായി നടക്കുമ്പോൾ അതിനെ എങ്ങനെ അരിച്ചെടുക്കാം എന്നത് കൂടിയാണ് ജനമനസ് അന്വേഷിക്കുന്നത്. നേരത്തെ ഡോക്ടർ NPC പറഞ്ഞതുപോലെ ഷാജി എം ജോസഫ് ഈ കാര്യത്തിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ പ്രഗത്ഭനാണ്. ഈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെയുള്ള വോട്ടർമാരുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴൊന്ന് അളന്നു വന്നിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ചില കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇന്ത്യ 2014 എന്താണ് എന്നുള്ളതാണ്. 2014 ലോക്സഭയിലെ ബലാബലം ആണ് നമ്മളിപ്പോൾ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. NDAക്ക് 336 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ BJP 282 സീറ്റുകൾ നേടി എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ കാര്യം കൂടിയാണ്. UPA 60 സീറ്റുകളിൽ ഒതുങ്ങുകയാണ് 2014 സംഭവിച്ചത്. അവിടെ കോൺഗ്രസിന് 44 സീറ്റുകൾ മാത്രം. അതെ, BJP അതിന്റെ ഏറ്റവും വലിയ സീറ്റ് നേട്ടത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് നേട്ടത്തിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു യാഥാർത്ഥ്യമായിരുന്നു കഴിഞ്ഞ തവണത്തെ പൊതുതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചത്. 2 അക്കത്തിലേക്ക് കോൺഗ്രസ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത് ഈ 2014 മാത്രമാണ് എന്ന് പറയേണ്ടി വരും. മറ്റുള്ളവർക്കായി 147, UPA കടത്തിവെട്ടിക്കൊണ്ട് മറ്റുള്ളവർ 147ലേക്ക് 2ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ CPM-നും ഈ പറഞ്ഞതുപോലെ, നേരത്തെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞതുപോലെ, ചരിത്രത്തിൽ വല്ലാതെ ഒരു ഇടിവ് നമ്പറിൽ സംഭവിച്ച 2014 9 പേരാണ് അവരുടെ അംഗങ്ങൾ എന്ന് പറയാം. അതെ, ഷാജിക്ക് ഈ ചിത്രം വെച്ചുകൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഏതൊരു പ്രേക്ഷകനും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ചിത്രം വെച്ച്, രാഷ്ട്രീയ ചിത്രം വെച്ച് എന്തു പറയാനുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഓർമ്മിച്ചുകൊണ്ട്? ഈ വരുന്ന ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിന്, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ വളരെ വലിയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, അവർ പിന്തുടർന്ന ചില നയങ്ങൾ, അത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും എല്ലാവർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യമാണുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ കൊടുക്കുന്ന വാഗ്ദാനം, ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന ഗ്രാമീണ തലത്തിലുള്ള ഒരു വലിയ ജനത ഇന്ന് 5 വർഷം പിന്തുടർന്ന ശേഷം അവർ നോക്കുമ്പോൾ അവരോട് കാണിച്ച വലിയ ചതി, ഇതൊക്കെയാണ് ഇന്ന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ അലയടിക്കുന്ന വികാരമെന്ന് പറയുന്നത്. അതാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കിപ്പോൾ ഉടനെ കാണാൻ സാധിച്ചത്. അതുപോലെ റിലേറ്റ് ചെയ്യുമോ? ഒരു കാര്യം വളരെ വ്യക്തമാണ് ഡോക്ടർ ലാൽ. കർഷകരോട്, കാർഷിക മേഖലയോട് ഈ ഗവൺമെന്റ് കാണിച്ച അവഗണനയെന്ന് പറയുന്നത് കൃത്യമായി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു തിരുത്തലിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ അവർ ശബ്ദമുയർത്തിയവരാണ്. സംഘടനാ ബലത്തിൽ വളരെ പിന്നോട്ട് പോയിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. എങ്കിൽ പോലും BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്കും
NDA ഗവൺമെന്റിനും ഒരു സന്ദേശം നൽകണം എന്നതിന് മറ്റൊരു ചോയ്സും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ തയ്യാറായത്. ഈ ഒരു പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ ഒരു ഡാറ്റ ഇത് ആവർത്തിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി നെക്സ്റ്റ് ടു ഇംപോസിബിൾ. ഷാജി എം ജോസഫ്, എന്തുകൊണ്ടാണ് ഇത് വളരെ ചരിത്രപരവും വളരെ ഗുരുതരവും എന്ന് തുടക്കത്തിൽ പറഞ്ഞതും താങ്കൾ ഇപ്പോൾ അതിന് ചേർത്ത് വായിച്ചതും എന്നുള്ളതിന് ഈ ചിത്രം നമുക്ക് കുറച്ചുകൂടെ ദൃശ്യവൽക്കരിച്ച് മനസ്സിലേക്ക് പതിയണമെങ്കിൽ 99 മുതലുള്ള ലോക്സഭ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ കണക്കുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് അവിടെയാണ് നമുക്ക് ഈ 282 BJP ഇങ്ങനെ നേടിയിരിക്കുന്നതിന്റെ ഒരു വലിപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. വലിപ്പമാണോ ചെറുപ്പമാണോ താങ്കളാണ് പറയേണ്ടത്. 99 നോക്കുക. NDAക്ക് അന്ന് 299 സീറ്റുകൾ ഉണ്ടായിരുന്നു. വാജ്പേയി അധികാരത്തിലേക്ക് വന്നതാണ്. പക്ഷെ അപ്പോഴും BJPക്ക് 200-നടുത്തേക്ക് വരാനായി 200-ൽ ടച്ച് ചെയ്യാൻ സാധിച്ചില്ല. 182 സീറ്റുകൾ മാത്രമാണ്. അന്ന് UPAക്ക് 134 സീറ്റുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് അതിൽ തന്നെ 112 സീറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് 102, CPIM-ന് 32. 2004 നോക്കുക. NDA ഇന്ത്യ ഷൈനിങ് പറഞ്ഞു വന്നതാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അന്നും കോൺഗ്രസിന്റെ അവസ്ഥ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ നെറ്റ്വർക്കൊക്കെ അവർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ തന്നെ പറയുക. NDAക്ക് അന്ന് 185, 299-ൽ നിന്ന് അവർ 185-ലേക്ക് വന്നപ്പോൾ BJP 182-ൽ നിന്ന് 138-ലേക്ക്, UPA 134-ൽ നിന്ന് 335-ലേക്ക് പോയി. കോൺഗ്രസ് 112-ൽ നിന്ന് 145-ലേക്ക് പോയി. മറ്റുള്ളവർക്ക് അപ്പോൾ 102-ൽ നിന്ന് 23-ലേക്ക് മാറേണ്ടി വന്നു. CPIM-ന് പക്ഷേ 32-ൽ നിന്ന് 43-ലേക്ക് എന്നൊരു വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അപ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത്. UPA 1 അവിടെയാണ്. 2009 NDA വീണ്ടും താഴോട്ട് 159. ഈ UPA 1-ന്റെ മികവെല്ലാം കൂടി ചേർത്ത് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വേണം കാണാൻ. നോക്കുക, UPAക്ക് 335-ന് അടുപ്പിച്ച് ഒരു ആന്റി ഇൻകംബൻസി വലുതായിട്ട് ഇല്ലാത്ത ഒരു ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് വീണ്ടും ഏതാണ്ട് അതേപോലെ എന്ന രീതിയിൽ കിട്ടുന്ന 322. കോൺഗ്രസിന് മുന്നേറ്റം 145-ൽ നിന്ന് 206. മറ്റുള്ളവർക്ക് 21-ലേക്ക് 23, 21 മാറുന്നു. CPIM അവിടെ 16-ലേക്ക് മാറുന്നു. അത് ബംഗാളിന്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. 2014 നമ്മളിപ്പോൾ പറയുകയും ചെയ്തു. ഇതാണ് ചിത്രം. അങ്ങനെയാണ് 2014-ലേക്ക് ഇപ്പൊ പറഞ്ഞ അവസ്ഥയിലേക്ക് വന്നത്. ഈ ചരിത്രമാണ് നേരത്തെ NPC ചോദിച്ചത്. എന്താണ് 2014-ൽ സംഭവിച്ച ആ വലിയ പ്രാധാന്യം? 2014-ലെ തെരഞ്ഞെടുപ്പിനെ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ്, രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവർ എന്നും വിശേഷിപ്പിക്കുന്നത് ഒരു ബ്ലാക്ക് സ്വാൻ മൊമെന്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്വാൻ ഇലക്ഷൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സ്വാൻ എന്ന് പറയുന്നതൊക്കെ വെളുത്തതാണ്. അവിടെ ഒരു ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റെയറസ്റ്റ് ഹാപ്പനിങ്സ് ഇൻ ദി ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അതെന്താണെന്ന് ചോദിച്ചാൽ, BJP 2014-ൽ ഇന്ത്യയിലെ ലോകസഭാ സീറ്റുകളിൽ 60% വരുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിലെ 90% വോട്ട് നേടി എന്നുള്ളതാണ്. വോട്ടല്ല, സീറ്റ് നേടി എന്നുള്ളതാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഇങ്ങനെയുള്ള ഉത്തരാഞ്ചൽ, ഹരിയാന, ഡൽഹി, ഇങ്ങനെയുള്ള ഈ പ്രദേശത്ത് കിടക്കുന്ന സീറ്റുകൾ ഇന്ത്യയുടെ ലോകസഭാ സീറ്റുകളിലെ 60%. ഇവിടെ BJP കണ്ടെത്തിയ വിജയമെന്ന് പറയുന്നത്, അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 90%. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇങ്ങോട്ട് തെക്ക് മുതൽ കിഴക്ക് വരെ കിടക്കുന്ന ആ കോസ്റ്റൽ റീജിയനിൽ കർണാടകയെ ഒഴികെ ഒരു സംസ്ഥാനത്തും BJPക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 203 സീറ്റുകൾ കിടക്കുന്ന കേരള, തമിഴ്നാടു, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ഈ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ BJPയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നിയർ നില്ലായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നുകൊണ്ട് കർണാടകത്തിൽ അവർ 17 സീറ്റും നേടി 28-ൽ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, അവർ ബ്ലാക്ക് സ്വാൻ വിജയം കണ്ടെത്തിയ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അവരുടെ ചൊൽപ്പിടിയിൽ നിന്ന് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവർക്ക്. അവിടെ ഒന്ന് പറഞ്ഞാൽ, അതായത് ഷാജി ജോസഫ്, അതായത് നേരത്തെ താങ്കൾ പറഞ്ഞ ഈ തെക്കേ ഇന്ത്യയുടെ
അല്ലെങ്കിൽ ആ കോസ്റ്റൽ ബെൽറ്റ് കൂടി ചേർന്ന ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ ഇടതുപക്ഷം ഉൾപ്പെടുന്ന മറ്റുള്ളവർക്കോ ഒക്കെ അവരുടെ ശൃംഖല ശക്തമായി ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന ചില പ്രദേശങ്ങളാണ്. പ്രാദേശിക പാർട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇടതുപക്ഷത്തിനോ ഒക്കെ BJPക്ക് അതീതമായി നിൽക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. അത് ഹൃദയഭാഗത്ത് ചോർന്നു, അതില്ലാതെ വന്നു. അതാണ് 2014 കണ്ടത്. 2009 ഒറ്റയ്ക്ക് വരാമെന്ന് കരുതിയ UPA 2 എന്നുള്ളത് ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നോളാമെന്ന് കരുതിയ കോൺഗ്രസിന് ഏറ്റവും ഒരു തിരിച്ചടി 2014 നമ്മൾ കാണുന്നത്. ഉറപ്പായിട്ടും അവിടെ സംഭവിച്ചത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സീറ്റ് ഫൈനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ പോലും BJPയോളം എത്രത്തോളം പുറകിലാണ് ഒരു സഖ്യം ഫൈനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്ന് കരുതണം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ പൊടുന്നനെ ഒരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് അതിനെ നേരിടാൻ കോൺഗ്രസ് ഒരിക്കലും മുന്നോട്ട് വരാറില്ല. കോൺഗ്രസിന് പണ്ട് മുതലുള്ള ഫ്യൂഡൽ മെന്റാലിറ്റി, ഒരു ജന്മിയുടെ സമീപനം പ്രാദേശിക പാർട്ടികളോടാണെങ്കിലും ഇടതുപക്ഷ പാർട്ടികളോടാണെങ്കിലും ഒക്കെ കോൺഗ്രസ് കാണിക്കുന്ന ഒരു ജന്മിയുടെ ആറ്റിറ്റ്യൂഡ്, എ നാസ്റ്റി ഫ്യൂഡൽ approach towards political rivals as well as political alliance partners. അവരോട് കോൺഗ്രസ് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡാണ് UP ഇപ്രാവശ്യം അവരെ പുറത്താക്കിക്കൊണ്ട് SP-യും BSP-യും ഒന്നിച്ച് മുന്നേറാനുള്ള ഒരു തീരുമാനമെടുത്തത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്നലെ എന്താണ് ചെയ്തത്? SP-യുടെയും BSP-യുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി സീറ്റുകളിൽ അവരുടെ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. സോണിയാഗാന്ധിക്ക് മത്സരിക്കാനുള്ള റായ്ബറേലിയും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനുള്ള അമേഠിയും ഒഴിവാക്കിക്കൊണ്ട് BSP-യും SP-യും 2 സീറ്റിൽ കാൻഡിഡേറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കോൺഗ്രസ് എന്താണ് മനസ്സിലാക്കിയത്? കോൺഗ്രസ് മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഇവരുടെ നേതാക്കൾ മത്സരിക്കുന്ന 7 സീറ്റ് ഒഴിവാക്കാമെന്നാണ്. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അമേഠിയിലും റായ്ബറേലിയും തെരഞ്ഞെടുപ്പുകൾ പല പ്രാവശ്യമായി കവർ ചെയ്തിട്ടുള്ള ആളാണ്. കൃത്യമായ ഒരു കാര്യം നിങ്ങളോട് പറയാം, അമേഠിയിലും റായ്ബറേലിയും SP-യോ BSP-യോ അവരുടെ കാൻഡിഡേറ്റിനെ നിർത്തിയാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വീട്ടിലിരിക്കേണ്ടി വരും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. ഈ സാഹചര്യം എങ്ങനെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു എന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക സഖ്യങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നത് നിർണ്ണയിക്കുക. ഒരു പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിലെ വിധിയും അന്തിമമായി നിർണ്ണയിക്കുക. അങ്ങനെയല്ലേ? ഉറപ്പായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഉയർത്തിയ ഒരു വലിയ റെലവൻ്റായ ഒരു ചോദ്യമുണ്ട്. കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം എന്താണ്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നതാണോ, അതോ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഇന്ത്യയിലെ പാവപ്പെട്ടവരായി ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുക എന്നതാണോ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് പറയണമെന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായ റെലവൻ്റായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള അടുത്ത ചങ്ങാത്തമുള്ള ആളാണ് അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും കോൺഗ്രസിനെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാക്കണം. ഇല്ല എങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും മറ്റു പ്രാദേശിക പാർട്ടികളും ചേർന്നുകൊണ്ട് BJPക്കെതിരെ ഉയർത്തുന്ന ഈ വലിയ പ്രതിരോധം, രാഷ്ട്രീയ പ്രതിരോധം വിജയിക്കാനുള്ള സാധ്യതകൾ മങ്ങും. 2014 മുതൽ ഈ 2019 വരെയുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നതിന് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന് കരുതിക്കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് സാധിക്കാതെ പോയി എന്നാണോ? പ്രശ്നങ്ങൾ കോൺഗ്രസിനെയോ രാഹുൽ ഗാന്ധിയോ ജനങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതല്ല, മറിച്ച് BJP നരേന്ദ്രമോദി താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് എന്തൊക്കെയാണ് പ്രധാന ചോദ്യങ്ങൾ എന്നുള്ളത് താങ്കൾ വായിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് ചോദ്യങ്ങൾ? ഞാൻ ഗോരഖ്പൂർ മുതൽ വാരണാസി വരെ യാത്ര ചെയ്തപ്പോൾ പല ഗ്രാമങ്ങളിലും, പ്രത്യേകിച്ച് സവർണറുടെ സ്വന്തമായ ഗ്രാമങ്ങളിൽ, ദളിതുകളുടെ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സവർണർ കോൺഗ്രസിനെ വിട്ട് എന്ന് BJPയിലേക്ക് ചേക്കേറിയോ, സവർണ വോട്ടർമാർ ഇപ്പോഴും BJPയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അവരെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. BSP-യും SP-യും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സഖ്യത്തിന് UPയിൽ തയ്യാറായെങ്കിൽ അതിന്റെ പുറകിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയിലേക്ക് ചേക്കേറിയ സവർണ വോട്ടുകൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കട്ടെ 50% എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത്. അവിടെ BJPയെ വീഴ്ത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് അവർ കണ്ടത്.
സാധാരണ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അതിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? വലിയ അഴിമതി ചർച്ചാ വിഷയമാകുന്നു, തൊഴിലില്ലായ്മ വലിയ ഒരു ചർച്ചാ വിഷയമാണ്, ഒപ്പം നോട്ട് നിരോധനം, GST, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി, ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ കാർഷിക പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു. പൗരത്വ വിഷയമുണ്ട്, ജനാധിപത്യ ധ്വംസനം, BJP സർക്കാർ നടത്തുന്ന ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നേരെ അക്കാദമിക് മണ്ഡലത്തിൽ ഒക്കെ നടത്തുന്ന ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള കടന്നുകയറ്റം, വർഗീയത, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം മറുവശത്ത് അതിർത്തി പ്രശ്നം അത് BJP കൂടി ചേർന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന അതിർത്തി പ്രശ്നം. ഇങ്ങനെ പ്രശ്നങ്ങളാണോ സത്യത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്, അതോ നമ്മൾ പറയുന്ന തരത്തിലുള്ള പരമ്പരാഗതമായ ഓരോ സാമൂഹിക വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണോ സത്യത്തിൽ അടിസ്ഥാനത്തെ മതപരമായി ഏറ്റുമുട്ടുന്നത്? ഇന്ന് ഇത്രയും ഇഷ്യൂസ് തെരഞ്ഞെടുപ്പിന്റെ മുഖമുദ്രയായ പ്രശ്നങ്ങളായി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ വോട്ടേഴ്സിൽ പകുതിയിലധികവും യങ്സ്റ്റേഴ്സാണ്. കാസ്റ്റിനും ക്രീഡിനും ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ഒരു യുവജനങ്ങളുടെ ഒരു ഇന്ത്യയാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫൂൽപൂരിലായിരുന്നപ്പോൾ അവിടുത്തെ ചില യങ് വോട്ടേഴ്സിനോട് ഞങ്ങൾ സംസാരിച്ചു. അവിടെ ഞങ്ങൾ ചോദിച്ചത്, നിങ്ങൾ വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പോകുന്ന ചോദ്യം പുൽവാമയാണോ, പാകിസ്ഥാനാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ഞങ്ങൾ മറ്റ് സബ്ജക്റ്റുകൾ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ പറഞ്ഞവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് മിണ്ടാതിരുന്നത്. കാരണം പുൽവാമയും പാകിസ്ഥാനും ഇന്ന് BJP വോട്ട് നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ സബ്ജക്റ്റുകളായി മാറുകയാണ്. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യം, യുവാക്കൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പുൽവാമയും പാകിസ്ഥാനും അല്ല പ്രശ്നം, അത് ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ഗവൺമെന്റ് അത് നോക്കും, ഞങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അങ്ങനെ പറയുന്നുണ്ട്. എവിടെയാണത്? ഫൂൽപൂരിലെ ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്ന അഭ്യസ്തവിദ്യരായ യുവാക്കൾ, ചെറുപ്പക്കാർ പറയുന്ന വാക്കുകളാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതത്തിനും അപ്പുറം തൊഴിലില്ലായ്മയാണ് പ്രശ്നം. ഇവിടെ ഈ ഒരു പകുതിയിൽ അധികം കഴിഞ്ഞുള്ള ഒരു 40 വയസ്സിന് മേളിലോട്ടുള്ള ആളുകൾ, അവർ പരമ്പരാഗത രീതിയിൽ തന്നെ കാസ്റ്റും റിലിജനും ഒക്കെ തന്നെ അവരുടെ അളവുകോലായി പിടിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്നിച്ചു ചേർന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സെറ്റ് ബാക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഷാജിയം ജോസഫ്, ഒരുപക്ഷെ നമ്മൾ ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആലോചിച്ച് നോക്കുക. അന്ന് പറഞ്ഞത് സെപ്റ്റംബർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒക്ടോബർ ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2018 തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നമ്മളൊക്കെ കരുതി ഇരുന്നത്. ഇത്തവണ ആന്റി ഇൻകംബൻസിയുടെ വലിയ ഘട്ടങ്ങളിലേക്ക് പോകാതെ, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ നരേന്ദ്രമോദി നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തും, അതാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പേ നടക്കുമോ എന്നൊരു സംശയത്തിലേക്ക് നിന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോ അന്നത്തേതിനേക്കാൾ അവർക്ക് അനുകൂലമായ എന്നൊരു സാഹചര്യമാണോ, മെച്ചപ്പെട്ടു എന്നാണോ, അതോ വളരെ താഴോട്ട് പോയി എന്നാണോ ഷാജി പറഞ്ഞു വരുന്നത്? BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങളെന്ന് പ്രചരിപ്പിക്കുന്ന ചില മനഃപൂർവ്വമായി പ്രചരണങ്ങൾ നടത്തുന്ന ചില മാധ്യമങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നുള്ളതൊരു വാസ്തവികത തന്നെയാണ്. ഇതാ നരേന്ദ്രമോദി 300-ലധികം 400-ലധികം സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നും ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയുണ്ടായി. ഗ്യാസ് കണക്ഷൻസ് കൊടുത്തുകൊണ്ട് ഉജ്വൽ യോജനയുമായിട്ട് വളരെ വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്നു. മുദ്രാ ലോണുകൾ കൊടുത്തതായിട്ട്. അതിനുമപ്പുറം ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് 2004 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ആ ഗവൺമെന്റ് നടത്തിയ രാജീവ് ഗാന്ധി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീമിന്റെ പകുതി പോലും എത്തിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന് തന്നെ എന്താ പറയുന്ന ഫിഗേഴ്സ് പറയുന്നത്. പല ഗ്രാമങ്ങളിലും ഗ്രിഡുകളുടെ ഇനാഗുറേഷൻ നടന്നിട്ടുണ്ട്, വൈദ്യുതി എത്തിയിട്ടില്ല.
പല ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങളും അവിടെയുണ്ട്. അലുമിനിയത്തിന്റെ കമ്പി വലിക്കുമ്പോൾ ആ കമ്പികൾ ഇറക്കി ഇടുന്നോടത്ത് അത് കാണാതെ പോവുകയാണ്, അത് മോഷണം പോവുകയാണ് ചെയ്യുന്നത്. ബീഹാറിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് അവിടെ കറണ്ട് കിട്ടുക എന്നതിലും വലുത്, റോഡ് ഉണ്ടാക്കുക എന്നതിലും വലുത് അവരുടെ ഭോജനത്തിനുള്ള വഴികൾ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ദാരിദ്ര്യത്തിന്റെ വലിയ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി നിൽക്കുന്ന ഗ്രാമങ്ങൾ ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ഉള്ളറകളിലേക്ക് നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ടൊരു ചോദ്യം ഷാജി ജോസഫ്. നമുക്ക് 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞു വന്നതാണ് ജനങ്ങൾ നേരിട്ടത്. 2009 എത്തിയപ്പോഴേക്കും UPA-യുടെ ഭരണ നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നു. UPA 1-ന്റെ നേട്ടങ്ങൾ ഒരുപാട് പറയാനുണ്ടായിരുന്നു, പല വെൽഫെയർ മെഷേഴ്സും. 2014 എത്തിയപ്പോഴേക്കും അന്നത്തെ ഭരണകക്ഷിക്കൊന്നും പറയാനില്ല, പക്ഷെ ഭരണകക്ഷിയെക്കുറിച്ച് അഴിമതിയും 2G സ്പെക്ട്രം ഇതൊക്കെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് നരേന്ദ്രമോദി ഒരു വലിയ ഫിഗറായി വന്ന് യുവാക്കളെയൊക്കെ തൊഴിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെ വന്ന് ഇങ്ങനെ എത്തിയത്. ഇപ്പൊ എന്തായിരിക്കും, ഇന്ത്യ ഒട്ടാകെ ഒരു മുദ്രാവാക്യത്തിന്റെ പിന്നാലെയാണോ? ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യ ഒട്ടാകെ ഒരു ചിത്രമാണോ, ഒന്നിന്റെ പിന്നാലെയാണോ പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മൾ പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ, അത് ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഈ ഈസ്റ്റേൺ മേഖലയാണെങ്കിലും, ഇവിടെ രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ ഉൾപ്പെടുന്ന, പഞ്ചാബും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയാണെങ്കിലും, ഇവിടെയെല്ലാം അവർ പ്രാദേശിക ഗവൺമെന്റുകളുമായി അവിടുത്തെ ജനങ്ങൾ വളരെ വലിയ ബന്ധത്തിലാണ് നിൽക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്ത്യയിലൊട്ടാകെ ഒരു പൊളിറ്റിക്കൽ ടൈറ്റനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ നോക്കുന്നത്. പക്ഷെ അത് പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് BJP-യുടെ പ്രശ്നം. നമ്മൾ UP-യിൽ ഇപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ BSP-യും SP-യും തമ്മിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്ര സ്മൂത്തായി വെൽ ഓയിൽഡ് മെഷീനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അതാണ് BJP ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ നേരത്തെ പരിപാടികൾ തുടങ്ങി SP-യുടെയും BSP-യുടെയും കാഡേഴ്സ് ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. പരമ്പരാഗതമായി റൈവൽസായി നിന്നവരാണ് അവർ, ഏറ്റുമുട്ടിയിട്ടുള്ളവരാണ്. അപ്പൊ എന്തായാലും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപോലെ അല്ല. ഇന്ത്യ ആ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളും പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഇടപെട്ടാൽ പോരാ, അവരും തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 2019 വിവിധ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ ജനതയുടെ വിധി എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിന്റെ ഫലമായി പോളിംഗ് ബൂത്തിൽ എന്ത് സംഭവിക്കും, എന്ത് ജനവിധി ഉണ്ടാകും, അതിന്റെ അന്വേഷണമാണ് ഈ ജനമനസ് 2019 മൂൾ ഓഫ് ദി നേഷനിൽ ഇപ്പോഴും അന്വേഷിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഓരോ പ്രദേശങ്ങളിലേക്കും നമുക്ക് റീജിയൻ വൈസ് പോകേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡുകളിലാണ്. ജനമനസിന്റെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ആമുഖമായി പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന രാഷ്ട്രീയ സാകല്യം എങ്ങനെ പെരുമാറും എന്നാണ് ഞങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചത്. ഒരു വശത്ത് അതികായനായ മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP ചേരി മുന്നോട്ട് പോകുമ്പോൾ ആ അതികായകത്വം അതുപോലെ തന്നെ സംഭവിക്കുമോ, അതുപോലെ തന്നെ വിലപ്പോകുമോ? പ്രാദേശിക യാഥാർത്ഥ്യങ്ങളല്ലേ പലയിടത്തും വിധി നിർണയിക്കുക എന്ന ചോദ്യമാണ് ഇതിൽ പങ്കെടുത്ത ഷാജി ജോസഫ് ഉയർത്തിയത്. ഇവിടെ വെച്ച് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി മറ്റ് പ്രദേശങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും. ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ ലാലിന് നന്ദി. ഒപ്പം തന്നെ വിദഗ്ധനായി പങ്കെടുത്ത ശ്രീ ഷാജി ജോസഫിനും നന്ദി. നമസ്കാരം.